സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആധുനിക ജീവിതം മനുഷ്യബന്ധങ്ങളെ ഒരു അതിവേഗ സൂപ്പർ ഹൈവേയിലെ യാത്രികരുടെ കണ്ടുമുട്ടൽ പോലെ ക്ഷണികവും ഒഴിഞ്ഞുമാറലിൻ്റേതും ആക്കി തീർത്തിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ ലക്ഷ്യങ്ങളിലേക്ക് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ മറ്റെല്ലാവരും ശല്യകാരികളായ അപരന്മാരായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ എത്ര സമീപസ്ഥമായ സ്വാഭാവിക പരിതസ്ഥിതിയെയും നാം അന്യവൽക്കരിക്കുന്നു. സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രമുള്ള ഒരു മത്സരക്കളമായി തീരുന്ന ലോകത്തിൽ സഹജീവിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നമ്മെ സ്പർശിക്കേണ്ടതില്ലെന്ന യുക്തിയത്രേ വിജയത്തിൻ്റെ ആധാരം. വീണവനെ ചവിട്ടി മാറ്റി കുതിക്കുന്ന ഈ സാമാന്യ ലോകദർശനത്തെ തീരഞ്ചും പിൻപറ്റാതെ അപരൻ്റെ ജീവിതത്തിനു കാവൽ നിൽക്കേണ്ട ചുമതല തനിക്കുണ്ടെന്ന് ദൃഢമായി വിശ്വസിക്കുകയും അതിനായി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നു വടക്കൻ പറവൂരിലെ ജോസഫ് പടയാട്ടി. നിരാലംബരായ രോഗികൾ, പരിത്യക്തരായ വൃദ്ധജനങ്ങൾ, വാഹനാപകടങ്ങളിൽ ആസന്ന മൃത്യുക്കളായി വീണുപോകുന്നവർ, ഇവർക്കൊക്കെ ജീവരക്ഷകനായി രാപ്പകലിനെ ജോസഫ് പടയോട്ടിയും അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഫോർ ദി ഹെൽപ്ലെസ് എന്ന സംഘടനയും ഓടിയെത്തുന്നു. കഴിഞ്ഞ 3 ദശകമായി വടക്കൻ പറവൂർ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ ബോധത്തിൻ്റെ അപൂർവ മാതൃകയായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജോസഫ് പടയാട്ടിയുടെ ജീവിത സമർപ്പണമാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം. സ്വാർത്ഥത കൊടിക്കൂറയാവുന്ന വർത്തമാന ലോകത്തും നല്ലവനായ സമരിയക്കാരൻ ഒരാശയം മാത്രമല്ലെന്ന് ഈ സാധാരണക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പനൊരു സോഷ്യൽ വർക്കറായിരുന്നു. പിതാവിൻ്റെ പാത പിന്തുടരുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം പണ്ട് കാലത്ത് ഇവിടെ ഓല കെട്ടി പെര മേഞ്ഞിരുന്ന സമയങ്ങളിലൊക്കെ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള വീടുകളൊക്കെ മേഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു വഴക്കുകൾ, അതിർത്തി തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹം വലിയ മുൻപന്തിയിലായിരുന്നു. പിന്നെ നാട്ടുസൂക്കേട് വരുന്ന വീടുകളിലൊക്കെ അദ്ദേഹം വീട് സന്ദർശിക്കുകയും അവർക്ക് കുളിക്കാനുള്ള ഡേറ്റ് പറഞ്ഞു കൊടുക്കുകയും അവരെ കുളിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമൊക്കെ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നന്ന ചെറുപ്പത്തിലെ CLCയുടെ ഒരു പ്രവർത്തകനായിരുന്നു. അങ്ങനെ CLC പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിൽസൺ ഡി പോൾ സൊസൈറ്റി അംഗമാകാനായിട്ട് അവർ ക്ഷണിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് വിൽസൺ ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തകനായിട്ട് നിൽക്കുന്നു. വിൽസൺ ഡി പോൾ പ്രവർത്തനത്തിലൂടെ പാവപ്പെട്ട രോഗികളുടെ വീട് സന്ദർശിക്കാനും രോഗികളെയൊക്കെ കണ്ടുമുട്ടുവാനും അവരുടെ അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ താഴേക്ക് നോക്കുക എന്നുള്ളൊരു വലിയ കടമയാണ് എന്നിലൂടെ കടന്നുപോയത്. താഴേക്ക് നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഞാൻ ഒത്തിരി ഉയരത്തിലാണ്. എന്നെക്കാളൊക്കെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, വേദനിക്കുന്ന വൃദ്ധജനങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോഴുള്ള ഇടക്കാൻ നോക്കിയാൽ പോലെ കാണണമെന്ന് പറയുന്ന പോലെ നമ്മൾ കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാണാനുണ്ടാകും നമുക്ക്. ഞാൻ വയസ്സായ ആളുകളെയും വേദനിക്കുന്ന വൃദ്ധജനങ്ങളെയും അതോടൊപ്പം നമ്മൾ റോഡരികിലും വഴിയരികിലും നടക്കുന്ന ആളുകളെയൊക്കെ ദൈവത്തിന് തുല്യമായിട്ട് കണക്കാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണത് എന്ന് തോന്നൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഇപ്പോൾ തീട്ടമുള്ളൊരു വ്യക്തിയാണെങ്കിലും മൂത്രത്തിൽ ഒലിച്ച് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നമുക്ക് അത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഉള്ളതുപോലെ മണവും ഓക്കാനവും ഇതൊക്കെ എനിക്കുണ്ട്. അതൊക്കെ മാറുന്നത് ഈ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു തോന്നൽ കൊണ്ടാണ്. ചെറുപ്പകാലത്ത് വളരെ മനോഹരമായ ഓർമ്മകളാണ് എനിക്കുള്ളത്. കാര്യം എന്ന് വെച്ചാൽ വെളുപ്പിന് 4 മണിക്ക് എനിക്ക് അപ്പൻ പശുവിനെ കറക്കുമ്പോൾ കൊതുകിന് പുകയിടണം. അത് കഴിഞ്ഞാൽ അപ്പൻ പശുവിനെ കറന്ന് കിട്ടുന്ന പാല് കൊണ്ടുപോയിട്ട് ഡയറി കൊടുക്കണം. 4:30 മുമ്പ് കൊണ്ടുപോയി കൊടുത്താൽ 50 പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ 50 പൈസയ്ക്ക് വേണ്ടിയിട്ട് എത്രയും നേരത്തെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ഇത് ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് കോവിലകം
ചായക്കടകൾ, ഇതിലവിടെയൊക്കെ പാലൊക്കെ കൊണ്ടു കൊടുക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവശതയായി കിടക്കുന്ന ഒരു പിച്ചക്കാരന് ചോട വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ തുടക്കം. വെടിമറയിൽ വെച്ച് ഒരു വലിയ ബൈക്കിന് പോയ 3 ആളുകൾ വണ്ടി ഇടിച്ച് അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് ആളില്ലാതെ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടറിഞ്ഞ് അവിടെ ചെന്ന് അവരെ വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ആളുടെ പ്രാണം പോയി. ബാക്കി 2 പേരും സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ചോര കണ്ടാലുള്ള പേടിയും അറുപ്പൊക്കെ മാറാനും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് കുറേ ധൈര്യം സമാഹരിക്കാൻ സാധിച്ചത് അന്നാണ്. പടയാട്ടി ഒരു ജീവകാരുണ്യപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിലേക്കൊക്കെ ഒരുപാട് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ പെട്ടെന്നൊരു പേഷ്യൻറ്റിനെ കൊണ്ടുചെല്ലുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഈ പടയാട്ടി എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. കാരണം ഒരാളിങ്ങനെ 24 മണിക്കൂറും അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതുപോലെ ഈ വയസ്സായ ഒരു അമ്മ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർഡിൽ ഇങ്ങനെ മലമൂത്രത്തിൽ കിടന്ന് മക്കളൊന്നും നോക്കാണ്ട്, അപ്പോഴേക്കും പടയാട്ടി അവിടെ എത്തി അവരുടെ ഈ മലമൊക്കെ കഴുകി കളഞ്ഞ് അവരെ നമ്മുടെ കൗൺസിലർമാരും എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ഒരു അനാഥ മന്ദിരത്തിലാക്കി. അവരിപ്പോൾ കരിയാട്ട് ഒരു അനാഥാലയത്തിലുണ്ട് ആ സ്ത്രീ. കാര്യം ക്രൈസ്തവ സംഘടനയാണെങ്കിലും ജാതി മത വ്യത്യസ്തമായി ചിന്തിക്കുകയും ഞങ്ങളുടെ കോൺഫറൻസുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയും, ഇത് ക്രൈസ്തവർക്ക് മാത്രമുള്ള സംഘടനയല്ല, മറ്റ് സമുദായക്കാർക്കും കൂടി സഹായം കൊടുക്കുന്ന രീതിയിലായിരിക്കണമെന്ന്. തീർച്ചയായിട്ടും വിൽസ് ഡീപ്പർ സൊസൈറ്റി പ്രവർത്തനങ്ങളുടെ ഒരു വേറൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനായിട്ട് പടയാട്ടി കഴിഞ്ഞു. രോഗവും ചികിത്സയും ആരോഗ്യ പരിപാലന വ്യവസായ മേഖല തികച്ചും വ്യക്തിപരമായ ബാധ്യതയാക്കി ചുരുക്കിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സാമൂഹ്യമായ മാനങ്ങളെ വെളിപ്പെടുത്തുകയും അതിലേക്ക് ബഹുജന ബോധത്തെ ഉണർത്തുകയുമാണ് ജോസഫ് പടയാട്ടി തൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ. സ്വന്തം കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിലെ സഹപ്രവർത്തകർ, പറവൂർ ആശുപത്രിയിലെ പ്രതിബദ്ധതയുള്ള ഡോക്ടർമാർ, ജനപ്രതിനിധികൾ ഇവരൊക്കെ ഈ സേവന ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. ചികിത്സ രോഗത്തിൻ്റെ താൽക്കാലിക ശമനം മാത്രമല്ലെന്നും രോഗിയുടെയും കുടുംബത്തിൻ്റെയും പൂർണ്ണമായ പുനരധിവാസം അതിൻ്റെ തുടർ പ്രവർത്തനമാകേണ്ടതുണ്ടെന്നും ജോസഫ് വിശ്വസിക്കുന്നു. ഗൃഹസന്ദർശനങ്ങളിലൂടെ ഈ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിറവേറ്റപ്പെടുന്നത്. പ്രധാന പ്രവർത്തനങ്ങൾ: 1, അപകടത്തിൽപ്പെടുന്ന രോഗികളെ പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രിയിലെത്തുന്ന രോഗികളെ ബൈസ്റ്റാൻഡർ ഇല്ലാതെ, കൂടെ നിൽക്കാൻ ആളില്ലാത്ത രോഗികളെ നമ്മുടെ റിസ്കിൽ തന്നെ ഉയർന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് തരുന്ന രോഗികളെ മെഡിക്കൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുക. അത് രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്, എവിടെയൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, ആ പരിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏതെല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് പോവുക. ഒരിക്കൽ എനിക്കുണ്ടായ ഒരു അനുഭവം, ചാവക്കാട് നിന്ന് ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഒരു വോൾവോ ബസ്സിൻ്റെ അടിയിലേക്ക് കയറി. വെളുപ്പിന് 3 മണിക്കാണ്, ഒരു മനുഷ്യനെ വിളിച്ചാൽ കിട്ടാത്ത സമയം. ആ സമയത്ത് ഇദ്ദേഹത്തിനെ ഒരു വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ അബ്ദുൾ സത്താറും കൂടി 5 മിനിറ്റിനകം പാഞ്ഞെത്തി. ഈ കണ്ട ചോരയിൽ പിടച്ചു കിടക്കുകയാണ് എല്ലാവരും. എനിക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒപ്പം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പല കാര്യങ്ങളും ഇവരെന്നെ കാണിച്ചു തരുമ്പോഴാണ് ഇവിടെ ബ്ലീഡ് ചെയ്യുന്നുണ്ട്, റേഡിയൽ ആർട്ടറി കട്ടായിരിക്കുന്നു, ഇതെല്ലാം ഇവർ കാണിച്ചു തരേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ വിളിച്ച് ഇവർ ഏതാണ്ട് 5 മിനിറ്റിൽ തന്നെ ഇവരൊരു ആംബുലൻസ് റെഡിയാക്കി എല്ലാവരും പ്രൈമറി ആയിട്ടുള്ള ചികിത്സകളെല്ലാം കൊടുത്തിട്ട് ഇവരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു. ഈ 4 മണിക്ക് എനിക്ക് ഫോൺ വന്നു, എല്ലാവരും ഓക്കെയാണ്, ആരും ഇപ്പോൾ ഗുരുതരമായ ഒരു അവസ്ഥയിലില്ല. അതിനുശേഷം ഇവർ 5 മണിക്ക് തിരിച്ച് ഇവരുടെ വീട്ടുകാരെ മുഴുവൻ സംഘടിപ്പിച്ച് തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത സംഭവങ്ങളാണ്. റീജ എന്നൊരു പേഷ്യൻറ്റിനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും റെഫർ ചെയ്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് ഒരു ഹെഡ് ഇഞ്ചുറി ഡയഗ്നോസ് ചെയ്ത് അവസാനം അബോധാവസ്ഥയിലായ ആ പേഷ്യൻറ്റിനെ ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ ഒരു സ്റ്റേജിൽ അവിടെ നിന്നും ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും ആ പേഷ്യൻറ്റിനെ ഒരു 1.5 മാസത്തോളം ഡോക്ടർമാരും നഴ്സുമാരും അതുമാതിരി പടയാട്ടിയുടെ സഹായത്തോടു കൂടി സംസാരിക്കാൻ പ്രാപ്ത ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല, ഡോക്ടറെ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. ഞങ്ങളൊക്കെ ആക്സിഡന്റ് പറ്റിയിട്ട് ആരൊക്കെയാണ് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ 4 മണിക്കാണ് ഇവിടെ വിളിച്ചറിയിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ചെല്ലണം മെഡിക്കൽ ടെസ്റ്റിലാണെന്ന് അറിയുന്നത്. അപ്പോൾ എൻ്റെ മോളെ എനിക്ക് കാണാൻ പറ്റിയില്ല.
പിന്നെ കെട്ടിയവനെയും 2 പിള്ളേരും ഇവളെ കിട്ടൂലെന്ന് അവർ പറഞ്ഞു. ജോസ് പടയാട്ടി, അതിൻ്റെ ഒരു ചേച്ചിയുടെ മോളുണ്ട്, അതിലിൻ്റെ, അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടുകാരുടെ പ്രാർത്ഥനയും അവരുടെ സഹായവും കൊണ്ടാണ് എൻ്റെ മോള്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നിവൃത്തി ഞങ്ങളെ കൊണ്ടുണ്ടായില്ല. നാട്ടുകാരും ജനങ്ങളും ഈ ഡോക്ടർമാരുടെയും പടയാട്ടിയുടെ ഒക്കെ സഹായം കൊണ്ട് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇപ്പോഴും ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വയസ്സാനില്ലാതെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് നമ്മൾ അവർക്ക് ക്യാൻറ്റീനിൽ ദിവസവും ആഹാരം കഴിക്കാനും അവർക്ക് ആവശ്യമായ അതനുസരിച്ച്, അപ്പോൾ ആവശ്യമായ ആഹാരത്തിൻ്റെ തോതനുസരിച്ച് ഒരു ദിവസം 15 രൂപ, 25 രൂപ, 50 രൂപ തോതുകളിൽ നമ്മൾ ഒരു കാർഡ് കൊടുക്കുകയാണ്. അത് വിൽസൺ ഡി പോൾ സൊസൈറ്റിയും ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ്സും കൂടിയാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ നമ്മൾ പല സ്ഥലത്തു നിന്ന് സമാഹരിക്കുന്ന മരുന്നുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. ഒത്തിരിയേറെ മരുന്നുകൾ, നല്ല ഇഞ്ചക്ഷനുകളൊക്കെ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പാവപ്പെട്ട രോഗികൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രോഗി വരുന്നത് മുതൽ വീൽ ചെയറിൽ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നത് വരെ, അതിനുശേഷം അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് മെഡിക്കൽ ഷോപ്പിൽ പോയി പറഞ്ഞ്, സ്വന്തം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് എടുത്തു കൊടുത്ത്, അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആംബുലൻസ് സഹായങ്ങൾ കൊടുക്കുക. അവരുടെ കൂടെ നിൽക്കാൻ ആളുകളില്ലെങ്കിൽ, സാന്ത്വനപ്പെടുത്താൻ ആളുകളില്ലെങ്കിൽ അതിന് കൂടെ നിന്ന് സാന്ത്വനങ്ങൾ കൊടുക്കുക, അവരുടെ ആളുകളെ വിളിച്ചറിയിക്കുക എന്നീ എല്ലാ സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാനൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. 7 കൊല്ലം സുഖമില്ലാണ്ട് കിട്ടത്. അപ്പോൾ പണിക്ക് പോകാൻ പറ്റാതെ ഇപ്പം ആഹാരം ഒന്നുമില്ലാതെ മക്കള് 2 പേരുണ്ട്. അമ്മ പറയുന്ന വിധത്തില അവർ പെരുമാറുള്ളൂ. ഭാര്യയൊക്കെ ആദ്യമൊക്കെ ജോലിക്ക് പോയ സമയത്തൊക്കെ വലിയ കാര്യമായിരുന്നു. പണിക്ക് പോകാതിരുന്നപ്പോൾ ആനുകൂല്യം കുറഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറക്കി. ഇപ്പോൾ പിന്നെ കിടക്കാനായിട്ട് ഇടവില്ലാതെ വന്ന് കഴിയുമ്പോൾ ഞാൻ ജോസഫിനോട് ചോദിച്ച് ഞാൻ ഇടയ്ക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് പോരി. അങ്ങനെ ഇപ്പോൾ 1.5 മാസത്തോളം ഞാനിവിടെ നിന്ന് ഈ ആസ്പത്രിയിൽ മരുന്നിനും അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ജോസൂട്ടൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചത്തുവേനെ. നേത്രദാനം, രക്തദാനം തുടങ്ങി ആരോഗ്യരംഗത്ത് സന്നദ്ധ സേവനങ്ങളുടെ സാമൂഹ്യാവബോധം ഇന്നും നമുക്കിടയിൽ വേണ്ടത്ര വളർന്നിട്ടില്ല. ഇക്കാര്യത്തിൽ തൻ്റെ ജന്മഗ്രാമമായ പല്ലംതുരുത്തിൽ ജോസഫ് പടയാട്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അത്ഭുതാവഹമായ പ്രതികരണമാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ കണ്ണുദാനം പ്രൊമോട്ട് ചെയ്തതിനുള്ള കേരള ഐ ബാങ്കിന്റെ പുരസ്കാരം 2 വർഷം ഇദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയ്ക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുകൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ണുകൾ കൊടുക്കാൻ ആദ്യകാലത്ത് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ കണ്ണുകൾ ചോദിക്കുക പ്രയാസകരമായിരുന്നു. എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയില്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ കണ്ണ് കൊടുക്കുകയും എൻ്റെ സ്വന്തക്കാരും ബന്ധുമിത്രാദികളുടെയൊക്കെ കണ്ണ് കൊടുത്തതോടുകൂടി ഇവിടെ വലിയൊരു പ്രചരണം നടത്തുകയും ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാ സമുദായ അംഗങ്ങളും കണ്ണു കൊടുക്കാനാണ്. ഇന്ന് കേരളത്തിൽ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ഗ്രാമം, ഈ തൂയിത്തര ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ പറവൂർ ഗ്രാമത്തിൻ്റെ അത്രയും കണ്ണു കൊടുത്ത ഒരു മേഖല ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. 2010, 2011 ആ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ണു കൊടുത്തതിനുള്ള അവാർഡ് വിൽസൺ ഡി പോൾ സൊസൈറ്റിയെ തേടി വന്നത് ഈ പ്രദേശത്തെ കൂടി ആളുകളുടെ കണ്ണുകൾ കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ്. ബ്ലഡ് ദാനം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ 3 മാസം കൂടുമ്പോൾ ദാനം ചെയ്യാറുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഇത് ദാനം ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇരുമ്പിൻ്റെ അംശം ഇത് കൂടും. അതേപോലെ തന്നെ പല രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ, കൊളസ്ട്രോൾ വരെ കുറയും, മൂത്രാശയക്കല്ല്, അങ്ങനെയുള്ള പല അസുഖങ്ങളുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും ഇല്ലാതാക്കാനും ഈ ബ്ലഡ് ദാനത്തിനെ കൊണ്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവൾക്ക് രക്തക്കൊഴൽ മാറ്റി വയ്ക്കണമായിരുന്നു. പിന്നെ ഹോളുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെയ്ത് അവിടെ മദ്രാസ് ആദ്യം ഒരു 7 വയസ്സിൽ അമൃതാശുപത്രിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മദ്രാസിലാണ് ചെറിയ ഡോക്ടർ ആശുപത്രിയിൽ അവർ ചെയ്തത് 3,30,000 രൂപ ഓപ്പറേഷത്തിന്. ജോസഫ് സാറിന് വിളിച്ച് പറഞ്ഞ് ലിൻ്റെ വഴിയാണ് വിളിച്ച് പറഞ്ഞത്. ലിൻ്റെ വന്ന് വിളിച്ച് പറഞ്ഞ് ജോസഫ് സാറ് അവിടെ
ജോൺ സാറിനെ വിളിച്ചു പറഞ്ഞു. അവർ വന്ന് ആശുപത്രിയിൽ വന്ന് ബില്ലൊക്കെ കണ്ട് അങ്ങനെ അവിടെ എന്നോട് പറഞ്ഞ് പേടിക്കേണ്ട, ഈ പേപ്പറിലിട്ട് ഇത്രയും പൈസ ഞങ്ങൾ കൂടെ കെട്ടിക്കോളാം എന്നിട്ട് 1,30,000 രൂപ അവിടെ വന്ന് പിരിച്ചൊക്കെ തന്ന് അതിലാണ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകുന്നത്. സാധാരണ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഈ ശോചനീയ അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് ഈ പടയാട്ടിനെ പോലുള്ള ആളുകൾ അതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ, അതിൻ്റെ കുറേ സംഘാടകരായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ സംഘടനകൾ രൂപീകരിച്ച് വരുമ്പോൾ ഒരുപാട് മാറ്റം ഇത്തരത്തിലുള്ള താലൂക്ക് ഹോസ്പിറ്റലുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിനെ ചുക്കാൻ പിടിക്കുന്ന ആശുപത്രി പ്രവർത്തകർ, പ്രത്യേകിച്ച് നല്ല ഡോക്ടർമാർ, അവരുടെയൊക്കെ സഹകരണം കൊണ്ട് H4H എന്ന സംഘടനയുടെ പ്രവർത്തകരും ജോസഫ് പടയാട്ടിലും ചേർന്നുകൊണ്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തിപ്പോരുന്നത്. കേരള വൈദ്യുതി ബോർഡിലെ ഒരു കരാർ തൊഴിലാളിയായ ജോസഫ് പടയാട്ടി ഇന്നും സ്ഥിര ലാവണത്തിന് പുറത്താണ്. വരുമാനത്തിന്റെ വലിയ ഭാഗവും സേവന പ്രവർത്തനങ്ങളിലേക്ക് വകമാറിപ്പോകുമ്പോഴും ഭാര്യ ലാലിയും മക്കളായ ജൂലി, ലിയ, മറിയ എന്നിവരും ജോസഫിന്റെ അചഞ്ചലമായ ദൃഢപ്രത്യയത്തിന് പൂർണ്ണ പിന്തുണയാകുന്നു. ചേന്ദമംഗലം ഷാർക്ക് സ്വിമ്മിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായ ജോസഫ് മറ്റുള്ളവരോടൊപ്പം സ്വന്തം മക്കളെയും നീന്തൽ പരിശീലിപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് അവരെയും ഉത്സുകരാക്കുക എന്നതാണത്രേ ഈ പിതാവിന്റെ ലക്ഷ്യം. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കോൺട്രാക്ട് വർക്ക് തുടങ്ങി. വളരെ കഠിനമായ അധ്വാനത്തിലൂടെ കൈവണ്ടി തള്ളിയും കുഴി കുത്തിയും അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇതിൽ പിടിച്ചു നിന്നത്. അങ്ങനെ പിടിച്ചതിൻ്റെ ഫലമായിട്ട്, വളരെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഇന്ന് തലക്കാരില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. കല്യാണം 96-ലായിരുന്നു. എൻ്റെ വൈഫിനെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വിളിച്ച് കോളുകൾ വരുമ്പോഴോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴോ, ഇനി നേത്ര ബാങ്കിൽ നിന്ന് ഐ ഡൊണേഷന് വേണ്ടിയൊക്കെ ആളുകൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകുന്നത് രാത്രിയാണ്. ഈ രാത്രി സമയങ്ങളിലൊക്കെ എന്നെ ഇറക്കി വിടാനും ഞാൻ തിരിച്ച് കുറേ 2-3 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 3-4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും വാതിൽ തുറന്ന് അകത്ത് കയറ്റാനും, നമ്മൾ ആംബുലൻസിൽ ഒരു ആക്സിഡൻറ്റ് കേസുമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും രോഗിയുടെ അവസ്ഥ എന്താണെന്ന് വിളിച്ചു ചോദിക്കാനൊക്കെ വൈഫ് എപ്പോഴും ഇത് കാണിക്കാറുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും പോവും. പാതിരി ആയാലും 1 മണിയായാലും 2 മണിയായാലും എഴുന്നേറ്റ് പോവും. 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയും വാതിൽ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് വാതിൽ ഞാൻ പൂട്ടുള്ളൂ, വന്നിട്ട് തുറന്നു കൊടുക്കും, ചെയ്യാറുണ്ട്. ഉറക്കം കൂടുതലുള്ള സമയത്താണ് ഇങ്ങനെ പൂട്ടിയിട്ട് പോകാൻ പറയണത്. മക്കള് 3 പേരാണ്. എൻ്റെ 3 പിള്ളേരും പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ്. അവർ കായിക കല ഇതിൽ ഒക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നീന്തൽ കോമ്പറ്റീഷന് സ്പെഷ്യലൈസ് ചെയ്യണം. നീന്തൽ പഠിപ്പിക്കുന്നത് അവർ കോമ്പറ്റീഷൻ ജയിക്കാനോ സ്കൂളിലെ മാർക്ക് നേടാനോ മാത്രമല്ല, നമുക്ക് പലപ്പോഴും കാണാറുള്ള അപകടങ്ങളെയൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ അവർക്ക് നീന്തി രക്ഷപ്പെടാനും കൂടെ സഹജീവികളെ രക്ഷപ്പെടുത്തുവാനും അവർക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് അതിൽ അവരെ നീന്തൽ പഠിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ളത്. ജീവിക്കുക എന്ന പ്രക്രിയയിൽ തന്നെ അപകടങ്ങളുടെയും രോഗബാധകളുടെയും സഹജ ഘടകങ്ങൾ ഉണ്ട്. ഒരു വലിയ സാമൂഹ്യ അജണ്ടയിലൂടെ മാത്രമേ ഇവയെ പ്രതിരോധിക്കാനാവൂ. പക്ഷേ നിർഭാഗ്യകരമാം വിധം അപര്യാപ്തമാണ് നമ്മുടെ ആരോഗ്യ പരിപാലന ബോധവും സംവിധാനങ്ങളും. ആവശ്യമുള്ളവർക്കെല്ലാം ഭക്ഷണവും വസ്ത്രവും മരുന്നും ഇതര ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കാനുള്ള സമഗ്രമായ വ്യക്തി സമൂഹ ഭരണകൂട കാഴ്ചപ്പാട് ഉരുത്തിരിച്ചെടുക്കണം. വലിയ സാമൂഹ്യ സ്വപ്നങ്ങളുടെ വിത്തുകൾ തൻ്റെ എളിയ പ്രവർത്തനങ്ങളിലുണ്ട് എന്ന് ജോസഫ് പടയാട്ടി വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് സൗജന്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ ഏത് ദിക്കിലും പോയി ഓടി രോഗികളെ കണ്ടെത്താനും അവരുടെ വീടുകളിലാണെങ്കിൽ പോലും അവർക്ക് മരുന്ന് മെഡിസിൻ ഡോക്ടർ സഹായങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറച്ച്, ഇന്ന് മരുന്നുകൾക്കാണ് തീവില, എന്തിനേക്കാളും വില കൂടുതലുള്ള മരുന്നുകൾക്കാണ്. ആ മരുന്നുകൾ മാക്സിമം വില കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു മനുഷ്യൻ പോലും മരുന്ന് കിട്ടാതെയും ചികിത്സ കിട്ടാതെയും മരിക്കാതെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതിന് എല്ലാവരും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും മരുന്ന് കിട്ടാതെയും ചികിത്സ കിട്ടാതെയും മരിക്കാൻ ഇടവരില്ല എന്നുള്ള ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.